ഓക്കെ, നമസ്കാരം. മലയാളത്തിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 10 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തതാർക്ക്? ഒന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ എസ് കെ പൊറ്റേക്കാട്, ജി ശങ്കരക്കുറുപ്പ്. ഓപ്ഷൻ ബി എസ് കെ പൊറ്റേക്കാട്. ഓപ്ഷൻ സി വൈക്കം മുഹമ്മദ് ബഷീർ. ഡി തകഴി ശിവശങ്കരപിള്ള. പെട്ടെന്ന് ഉത്തരം പറയുക. ഓക്കെ, 91 ഉത്തരം സി ആണ്. 91 വൈക്കം മുഹമ്മദ് ബഷീറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം: നന്ദികേട് കാണിക്കരുത് എന്ന ആശയം സൂചിപ്പിക്കുന്ന ശൈലി ഏത്? നന്ദികേട് കാണിക്കരുത് എന്ന ആശയം സൂചിപ്പിക്കുന്ന ശൈലി ഏത്? ഉണ്ട ചോറിൽ കല്ലിടരുത്, തലമറന്ന് എണ്ണ തേക്കരുത്, ഇരുന്നിട്ടേ കാൽ നീട്ടാവൂ, കൈ നിറയാതെ മീൻ പിടിക്കുക. നന്ദികേട് കാട്ടരുത്. ഓക്കെ, ഉത്തരം ഉറപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൊടുത്തിരിക്കുന്ന ഉത്തരം എ ആണ്. ഉണ്ട ചോറിൽ കല്ലിടരുത്. ഓക്കെ, ഇപ്പം ചിലവർക്കെങ്കിലും തലമറന്ന് എണ്ണ തേക്കരുത് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്താണ് പറയുന്നത്. തലമറന്ന് എണ്ണ തേക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ സാഹചര്യം മനസ്സിലാക്കണം, അവനവൻ്റെ രീതി മനസ്സിലാക്കണം എന്ന അർത്ഥത്തിൽ വരുന്ന വാക്യങ്ങളാണ് അതിനെ പൊതുവെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അടുത്തത് 93ാമത്തെ ചോദ്യം. 93: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിൻ്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ പെടാത്തത്? കണ്ടെത്തലുകൾ, പ്രക്രിയകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തനങ്ങൾ. കണ്ടെത്തലുകൾ, പ്രക്രിയകൾ, തിരിച്ചറിവുകൾ, തുടർ പ്രവർത്തനങ്ങൾ. ടീച്ചിങ് മാനുവലിൻ്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ പെടാത്തത്. ഓക്കെ, 93ൻ്റെ ഉത്തരം ബി ആണ്. തിരിച്ചറിവുകളാണ് പെടാത്തത്. ഓക്കെ, അടുത്തത് 94. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ ഏതാണ്? പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, ആത്യന്തിക വിലയിരുത്തൽ. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ, പഠനത്തിനായുള്ള വിലയിരുത്തൽ. സി ആണ് ഇതിനകത്ത് വരുന്നത്. ഈ സി ഒക്കെ വരുന്നത് ഏതിലാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ. ഇതിനകത്ത് വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നത് ഏതാണ്? വിലയിരുത്തൽ തന്നെ പഠനം എന്ന് പറയുന്നതാണ് ഇത് സ്വയം വിലയിരുത്തൽ. പഠനത്തെ വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ ഏതാണ്? അത് ടേം വിലയിരുത്തലിനകത്ത് വരും. ഓക്കെ, അടുത്ത ചോദ്യം 95ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 95ാമത്തെ ചോദ്യമാണ്: രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? എ രാജാവും ധർമ്മവും, ബി രാജ്യത്തിൻ്റെ ധർമ്മം, സി രാജാവിനോടുള്ള ധർമ്മം, ഡി രാജാവിൻ്റെ ധർമ്മം. ഓക്കെ, ഉത്തരം ഉറപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഉത്തരം ഡി ആണ്, രാജാവിൻ്റെ ധർമ്മം. രാജധർമ്മം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ധർമ്മം എന്നുള്ളതാണ് ഉത്തരം. അടുത്തത് 96ാമത്തെ ചോദ്യമാണ്. അടുത്തത് 96ാമത്തെ ചോദ്യം: മലയാളം ഏത് ഗോത്രത്തിൽ പെട്ട ഭാഷയാണ്? മലയാളം ഏത് ഗോത്രത്തിൽ പെട്ട ഭാഷയാണ്? ഇൻഡോ ആര്യൻ ഗോത്രം, ദ്രാവിഡ ഗോത്രം, സെമിറ്റിക് ഗോത്രം, ആസ്ട്രിക് ഗോത്രം എന്നാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആസ്ട്രിക് ഗോത്രം എന്നാണ്. മലയാളം ഏത് ഗോത്രത്തിൽ പെട്ട ഭാഷയാണെന്ന്? ഉത്തരം ദ്രാവിഡ ഗോത്രമാണ്. ഉത്തരം ഏതാണ്? ദ്രാവിഡ ഗോത്രം. ഓക്കെ, അടുത്ത 97ാമത്തെ ചോദ്യം.
ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ശരിയല്ലാത്തതേത്? ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ശരിയല്ലാത്തത് ഏത്? എ. ഭാഷ ആശയവിനിമയ ഉപാധിയാണ്. ബി. ഭാഷ പ്രധാനമായും ശബ്ദ സങ്കേതമാണ്. സി. ലിഖിത ഭാഷ ഒരു കൃത്രിമ സങ്കേതമാണ്. ഡി. മാനവ ഭാഷയാണ് സംസാരത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടത്. ഇതിൽ ഈ ഡയലോഗുകളിൽ ഏതാണ് ഭാഷയുടെ കാഴ്ചപ്പാടുകൾ ശരിയല്ലാത്തതെന്ന്? ഓക്കെ, ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ ഉത്തരം ഡി ആണ്. ഇതിൻ്റെ ഉത്തരം ഡി ആണ് കേട്ടോ. മാനക ഭാഷയാണ് സംസാരത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടത് എന്നതാണ് കൂട്ടത്തിൽ ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ തെറ്റായിട്ടുള്ളത്. ഓക്കെ, അടുത്ത 98ാമത്തെ ചോദ്യം. ഉരുളക്കുപ്പേരി എന്ന പ്രയോഗത്തിൻ്റെ ശരിയായ അർത്ഥമേത്? ഉരുളക്കുപ്പേരി എന്ന പ്രയോഗത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥമേത്? എ. തക്ക മറുപടി. ബി. അനുയോജ്യമായ ഭക്ഷണം. സി. ധാരാളം ഉപ്പേരി. ഡി. കുതിപ്പിക്കുക. ഉരുളക്കുപ്പേരി. ഓക്കെ, ഇത്രയും സമയം മതി അതിനുള്ള ചോദ്യമേ ഉള്ളത്. എ. തക്കതായ മറുപടി. തക്കതായ മറുപടിയാണ് ശരിയായ ഉത്തരം. ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കതായ മറുപടി. ഓക്കെ, അടുത്തത് 99ാമത്തെ ചോദ്യം. കഥകളിയുടെ സാഹിത്യരൂപം. കഥകളിയുടെ സാഹിത്യരൂപം. തുള്ളൽ, കൂടിയാട്ടം, ആട്ടക്കഥ, രാമനാട്ടം. തുള്ളൽ, കൂടിയാട്ടം, ആട്ടക്കഥ, രാമനാട്ടം. കഥകളിയുടെ സാഹിത്യരൂപം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ആട്ടക്കഥ. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം. ഓക്കെ, അടുത്തത് 100ാമത്തെ ചോദ്യം. 100ാമത്തെ ചോദ്യം ഇന്നത്തെ 10ാമത്തെ ചോദ്യമാണ്. നമ്മളുടെ എനിക്ക് തോന്നുന്നു 2018-ലോ 2019-ലെയോ ക്വസ്റ്റ്യൻ മറ്റോ ആണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിലെ പ്രകാരമുള്ള 100ാമത്തെ ചോദ്യമാണ്. ആരാച്ചാർ എന്ന കൃതി ആരുടേതാണ്? ആരാച്ചാർ ആരുടെ കൃതിയാണ്? ആരാച്ചാർ ആരുടെയാണ്? എം. ടി. വാസുദേവൻ, വത്സല, കെ. ആർ. മീര, സുഭാഷ് ചന്ദ്രൻ. ആരാച്ചാർ എളുപ്പമുള്ള ചോദ്യമാണ്. കെ. ആർ. മീര. ആരാച്ചാർ ആരുടെയാണ്? കെ. ആർ. മീരയുടെയാണ് ആരാച്ചാർ. ഓക്കെ, ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളിലേക്ക് എത്തുക. ക്ലാസ് കൃത്യമായ സമയത്തിന് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യസമയത്തിന് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എത്തും. അതുകൊണ്ട് തന്നെ ക്ലാസ് കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി.